അസ്സലാമു അലൈക്കും. SSFകാർ ഉഹുദിൽ പങ്കെടുത്തോ? കൂറ്റമ്പാറ ഉസ്താദ് എന്താണ് പറഞ്ഞത്? കേരളത്തിലേക്ക് മുസ്ലിം ലീഗ് കൊണ്ടുവന്നത് വരക്കൽ മുല്ലക്കോയ തങ്ങളും സർ സയ്യിദും അങ്ങനെയൊക്കെയുള്ള വലിയ വലിയ ആളുകളാണോ? ഇതൊക്കെയാണ് ഇന്നത്തെ ചർച്ച. പക്ഷെ കൂട്ടത്തിൽ നമ്മൾ ചർച്ച വഴിമാറ്റാനാണ് ഈ ചർച്ചകളൊക്കെ എന്ന കാര്യം മറക്കരുത്. ഇവിടെ പ്രധാനപ്പെട്ട വിഷയം ഇതൊന്നുമല്ല. ഇവിടുത്തെ വിഷയം നിരുപദ്രവകാരിയായ ഒരു പാവം പച്ച മനുഷ്യനെ കുത്തിക്കൊന്നിരിക്കുന്നു. ആ കൊലയാളിയെ കൊണ്ട് തന്നെ കുത്തിയ കത്തി വരെ പോലീസ് കൊണ്ടുവന്ന് എടുപ്പിക്കുന്നു. കല്ലൂരാവിലെ അബ്ദുറഹ്മാന്റെ കൊലപാതകം. മുഖ്യപ്രതി ഇർഷാദിനെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തി പരിശോധനയിൽ കണ്ടെത്തി. ഇർഷാദിന്റെ കസ്റ്റഡി കാലാവധി തിങ്കളാഴ്ച അവസാനിക്കും. ഇതാണ് ഇവിടുത്തെ വിഷയം. മറ്റൊന്നും ഒരു വിഷയവുമല്ല. ഫേസ്ബുക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ട് എന്ന് പറയണം. ഇത് ആരും മറക്കരുത്. ആരാണ് ആ കത്തി അദ്ദേഹത്തെ ഏൽപ്പിച്ചത്? ആരാണ് അതിന് പ്രചോദനം നൽകിയത്? ആരാണ് പിന്തുണ കൊടുത്തത്? എന്താണ് ഇതിൻ്റെ പിന്നിലെ ആസൂത്രണം? ഇതാണ് നമ്മൾ ചർച്ച ആക്കേണ്ടത്. നമുക്ക് നമ്മളെ വിഷയത്തിലേക്ക് വരാം. SSFകാർ ഉഹുദിൽ പങ്കെടുത്തോ? കൂറ്റമ്പാറ ഉസ്താദിൻ്റെ പ്രഭാഷണത്തിൽ ഉസ്താദ് അങ്ങനെ ഒരു ആലങ്കാരിക പ്രയോഗം നടത്തി. എന്ന് വെച്ചാൽ ആ പ്രഭാഷണത്തിൽ തന്നെ ഉസ്താദ് പറയുന്നുണ്ട്, ബദരീങ്ങളുടെയും ഉഹുദീങ്ങളുടെയൊക്കെ പിൻതലമുറക്കാരാണ് ഞങ്ങൾ. അതാണ് അതിൻ്റെ ഉദ്ദേശം. അത് തന്നെയാണത്. അത്ര ഉള്ളൂ. പൈര് അന്നത്തെ സഹാബത്തിൻ്റെ പിൻതലമുറക്കാരാണ് ഇന്നത്തെ സുന്നികൾ. ഇതാണ് ഇപ്പം അതിൻ്റെ ചുരുക്കം. എന്നാലും എങ്ങനെ ആ സഹാബത്തിലേക്ക് എത്തും? അതറിയണമെങ്കിൽ ആദ്യം SSF എന്താണ് എന്ന് അറിയണം. എന്നെപ്പോലത്തെ നാടന്മാർക്കൊന്നും അത് അറിയില്ല. അപ്പം നമ്മൾ എന്താണ് SSF, എന്നാണ് അത് രൂപീകരിച്ചത്, എവിടെ വെച്ചാണ് രൂപീകരിച്ചത് എന്നറിയണം. എന്നാലേ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ട് കാര്യമുള്ളൂ. അപ്പം നമ്മൾ പറഞ്ഞത് ശരിയാവില്ല. അതുകൊണ്ട് മറുപക്ഷത്തുള്ള ആളുകൾ തന്നെ പറഞ്ഞോട്ടെ. ഈ SSFൻ്റെ മറുപക്ഷം SKSSF ആണല്ലോ. അതിൻ്റെ നേതാക്കൾ തന്നെ പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാമല്ലോ. ഉസ്താദ് പറഞ്ഞു തരും. ഈ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ഒരു വിദ്യാർത്ഥി വിഭാഗം പട്ടിക്കാട് ജാമിഅ നൂരിയ അറബി കോളേജിൽ വെച്ച് 1973 രൂപീകരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട നമ്മുടെ വേദിയിലുണ്ടായിരുന്ന ഈ മഹാസമ്മേളനത്തിന്റെ സ്വാഗത സംഘത്തിന്റെ അമരത്തിരുന്ന പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളായിരുന്നു SSFന്റെ പ്രഥമ പ്രസിഡന്റ്. അദ്ദേഹമാണ് SSFനെ ആദ്യമായി നയിച്ചത്. പട്ടിക്കാട് ജാമിഅ നൂരിയ അറബി കോളേജിൽ വെച്ചിട്ട് 1973 രൂപീകരിക്കപ്പെട്ടതാണ് SSF. അപ്പോൾ SKSSF എന്നുണ്ടായി? 1989 സമത്വ കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ എന്ന സംഘടന പിറന്നു വീടുമ്പോൾ അന്ന് ഏകദേശം ഒരു 15 വയസ്സ് പ്രായമുള്ള ആൾക്ക് മാത്രമേ അല്പം ഒരു പക്വതയോടുകൂടി അന്നത്തെ സാഹചര്യത്തെ കുറിച്ച് ഓർക്കാൻ കഴിയും. അത് 89 അപ്പൊ പഴയ സംഘടന SSF ആണ് എന്നും നമുക്കിത് വന്ന് കിട്ടി അല്ലേ? ഒരു ചർച്ച വരുമ്പോൾ അങ്ങനെ ഒരു അറിവും കിട്ടണമല്ലോ. ഈ പട്ടിക്കാട് കോളേജ് എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാരെ, ഉലമാക്കളെ സനത് നൽകി തയ്യാറാക്കി പുറത്തു വിടുന്ന ഒരു സ്ഥാപനമാണ്. അവരുടെ കയ്യിലൊക്കെ ഉണ്ടാവും, ഫൈസിമാരുടെ കയ്യിലൊക്കെ ഉണ്ടാവും, അതുപോലെ സക്കാഫിമാരൊക്കെ ഉണ്ടാവും സനത് എന്ന സാധനം. അതിൽ ഉസ്താദുമാരെ പേര് പറയുന്ന കൂട്ടത്തിൽ സഹാബത്തിൻ്റെ പേര് കാണാം. അവസാനം റസൂലുള്ളാഹിയിലേക്ക് അത് എത്തിച്ചേരും സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേ പണ്ഡിതന്മാരിലേക്ക് എത്തിപ്പെടുന്ന വിഭാഗമാണ് ഈ SSF എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥി പ്രസ്ഥാനം. ഇതൊരു വിദ്യാർത്ഥി പ്രസ്ഥാനമാണ്. മുത്തഅല്ലിമീങ്ങളാണ്. ഈ മുത്തഅല്ലിമീങ്ങളാണ് ഇതുപോലത്തെ പണ്ഡിതന്മാരാകാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ മുൻ തലമുറക്കാരാണ് ആര്? ഉഹുദീങ്ങളും ബദരീങ്ങളും ഒക്കെ. അപ്പോൾ ഈ പറഞ്ഞതിൽ വല്ല തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല. അതിപ്പോൾ ഒരു സാധാ ഒരു പ്രയോഗമാണ് അല്ലേ? നമ്മൾ അന്നത്തെ കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ പറയും നമ്മൾ. അതിനൊക്കെ നമ്മൾ അന്നത്തെ കുട്ടികൾ ഒരു സംഭവനും അങ്ങനെയൊക്കെ പറയും. അത് നമ്മളെ കുട്ടികളായതുകൊണ്ടല്ല, നമ്മുടെ മുൻഗാമികൾ. അതാണ് എൻ്റെ അർത്ഥം. അത്ര ഉള്ളൂ. അതിലത്രയേ ഉള്ളൂ. ഇതാണ് വിവരവും വിദ്യാഭ്യാസവും
ബുദ്ധിയും വിവേകവും ഉള്ള മനുഷ്യരോട് പറയാനുള്ളത്. ഇത്രയേ ഉള്ളൂ അത് വിഷയം. ഇനി ഇതല്ലാത്തവർക്കുള്ള മറുപടി ഏത്, എത്ര SSF ഉണ്ടായിരുന്നു, ഒലെന്നെപ്പം അങ്ങോട്ട് പോയത് എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരോട് ഒരിക്കലും ഉത്തരമാണ്. അതായത് അത് ചോദിച്ച നിങ്ങൾ പണ്ടേ ബദറിലും മുഹദിലൊക്കെ പങ്കെടുക്കാൻ പോയില്ലേ, അന്നാൾ നമ്മൾ അവിടുന്ന് മുസ്ലിം ലീഗിൻ്റെ ശബ്ദം കേട്ടു. എന്താണ് അത് പറഞ്ഞു തരും. മുസ്ലിം ലീഗിൻ ശബ്ദമിതാ, മുസ്ലിം ലീഗിൻ ശബ്ദമിതാ. കേട്ടല്ലോ, അന്ന് നിങ്ങൾ അവിടുന്ന് മുസ്ലിം ലീഗിൻ്റെ ശബ്ദം കേട്ടു. മുസ്ലിം ലീഗിൻ്റെ ശബ്ദം ഇതാ അല്ലേ, ബദറിൽ കേട്ടു, ഉഹദിലും കേട്ടു ആ ശബ്ദം. അപ്പോൾ ആ ശബ്ദങ്ങൾ എവിടുന്ന് കേട്ടോ അവിടെ തന്നെ അവരുണ്ടായിരുന്നു. ഇത്ര കൂട്ടിയാൽ മതി. ഓക്കെ. പിന്നെ അവിടെ നിങ്ങൾ തന്നെയാണ് കേട്ടോ ഭൂരിപക്ഷം. ഇവരാകെ കുറഞ്ഞ ആൾക്കാരെ ഉണ്ടായിട്ടുള്ളൂ. ഇവരെ പക്ഷക്കാർ 1000, ഉഹദിൽ 1000 ആളുകളും പിന്നെ പുറത്ത് 300 ചില്ലാൻ ആൾക്കാരെ ഉണ്ടായിട്ടുള്ളൂ. അവിടെ നിങ്ങൾ തന്നെ ഭൂരിപക്ഷം. അതൊന്നും വിഷയമല്ല. സംഗതി നിങ്ങളെന്നാ കേട്ടില്ല ശബ്ദം, ബദർന്ന് ഉഹദും ശബ്ദം കേട്ടപ്പോൾ അപ്പുറത്തുണ്ടായിരുന്നു. ഓക്കെ, ഇതാണ് ഇപ്പം അതിൻ്റെ ഉത്തരം. പിന്നെ വേറൊരാൾ, ആളെ പേരൊന്നും പറയണില്ല, നമ്മൾ അയാൾ വ്യക്തിപരമായിട്ടൊന്നും പറയണ്ടല്ലോ. അത് നമ്മൾ ആദർശം പറയുമ്പോൾ ആദർശപരമായിട്ട് സംസാരിക്കാം, അതാണ് അതിൻ്റെ ശരി അല്ലേ. ഒരാൾ പറയാണ്, കൂറ്റമ്പാറ ഉസ്താദിനോട് പഠിക്കാൻ പറഞ്ഞുകൊണ്ട് ആവശ്യപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ആർക്ക്? കൂറ്റമ്പാറ ഉസ്താദിന്. അപ്പോൾ കൂറ്റമ്പാറ ഉസ്താദിനോട് പറയാണ്, ഈ ലീഗിനെ കേരളത്തിലെത്തിച്ചത് ആരാണെന്നറിയോ? അറിയില്ലേ? പഠിക്കണം. ഇത് സർ സയ്യിദിൻ്റെ ആശയത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ പറയുന്നുണ്ട്. പിന്നെ പറയണ വരക്കൽ മുല്ലക്കോയ തങ്ങൾ പറയുന്നുണ്ട്, ബാഫക്കി തങ്ങളെയും പൂക്കോയ തങ്ങളെയൊക്കെ പറയുന്നുണ്ട്. ഇവരാണ് മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനം കേരളത്തിൽ കൊണ്ടുവന്നത്, സ്ഥാപിച്ചത് എന്നൊക്കെ സമർത്ഥിക്കുന്നുണ്ട്. എന്നിട്ട് ചീത്തൊക്കെ കൂറ്റമ്പാറ ഉസ്താദ് പഠിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അത് കൂറ്റമ്പാറ ഉസ്താദിൻ്റെ കുഴപ്പമല്ല സുഹൃത്തെ, നമ്മളൊക്കെ കുഴപ്പമാണ്, നമ്മക്കാണ് അറിയാത്തത്. കൂറ്റമ്പാറ ഉസ്താദിനൊന്നുമില്ല, ഇത്ര പ്രായമൊക്കെ അല്ലേ, അതൊക്കെ അറിയാതെ. നമ്മൾ അത് കൊണ്ടുവന്നവരോടനെ ചോദിച്ചു നോക്കുക, ആരപ്പോൾ അത് കൊണ്ടുവന്നത്? മുസ്ലിം ലീഗിനെ കേരളത്തിൽ കൊണ്ടുവന്നത് ആരാണെന്ന് നമ്മൾ ചോദിച്ചു നോക്കുക. എന്തേ കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ ഭിഷണശാലിയായ നേതാവ്, കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ഭിഷണശാലിയായ ബുദ്ധിപരമായ നേതൃത്വം നൽകിയ നേതാവ് KMCD സാഹിബായിരുന്നു. കേരളത്തിലെ ആദ്യത്തെ ലീഗിന്റെ യൂണിറ്റ് തലശ്ശേരിയിൽ ഉണ്ടാക്കിയപ്പോ അതിന്റെ പ്രസിഡന്റ് KMCD സാഹിബ്. രണ്ടാമത്തെ യൂണിറ്റ് തിരൂരങ്ങാടിയിൽ ഉണ്ടാക്കിയപ്പോ അതിന്റെ പ്രസിഡന്റ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാവായ KM മൗലവി സാഹിബ്. മലബാർ ഡിസ്ട്രിക്ട് സെക്രട്ടറി KMCD സാഹിബ്. ഇതാ മുസ്ലിം ലീഗിന്റെ ചരിത്രം. കേട്ടല്ലോ, ഉറപ്പായില്ലേ? മുസ്ലിം ലീഗ് കേരളത്തിൽ കൊണ്ടുവന്നത് മുജാഹിദുകളാണ്, അല്ലാതെ വരക്കൽ മുല്ലക്കോയത്തങ്ങളും വേറുള്ളവരൊന്നുമല്ല. ഓക്കെ. പിന്നെ ഇനിയിപ്പോൾ വേറൊന്നും പറയണ്ട. ഞാൻ എൻ്റെ അടുത്ത് നിലമ്പൂർക്കൊക്കെ ഈ സാധനം കൊണ്ടുവന്നത് ആരാരും? നമ്മളെ അൽബിക്കുട്ടിയൊക്കെ അറിയില്ലേ? നമ്മളെ വഹാബിൻ്റെ ഒക്കെ MP വഹാബൊക്കെ അല്ലേ? മൂപ്പര വാപ്പ. ഞാൻ പറഞ്ഞിട്ട് വിശ്വാസമല്ലല്ലോ, അങ്ങ് ഉസ്താദ് പറഞ്ഞുതരും. എന്റെ നാട്ടിൽ അൽബിക്കുട്ടിയാക്കാണ് നിലമ്പൂരിൽ കേരള നേതൃത്വത്തിൽ മുജാഹിദിനും കൊണ്ടുവന്നതും ലീഗ് കൊണ്ടുവന്നതും അൽബിക്കുട്ടിയാക്കാണ്. വഹാബ് സാഹിബിന്റെ വാപ്പ. ഒരേ സമയത്ത് 2 സാധനം അവർ കൊണ്ടുവന്നിട്ടുണ്ട് നിലമ്പൂരിലേക്ക്. ഒന്ന്, കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ നിലമ്പൂരിലേക്ക് കൊണ്ടുവന്നത് അൽബിക്കുട്ടിയാക്കാണ്. ഇന്ത്യൻ മുസ്ലിം ലീഗ് കൊണ്ടുവന്നത് അൽബിക്കുട്ടിയാക്കാണ്. കേട്ടല്ലോ, ആലബിക്കുട്ടിയൊക്കെയാണ് മുജാഹിദും കൊണ്ടുവന്നത്, മുസ്ലിം ലീഗും കൊണ്ടുവന്നത്. ആര് കൊണ്ടുവന്നാലും നമുക്കെന്താ, ഒരു കുഴപ്പമില്ല. കുഴപ്പമുണ്ടോ? നിങ്ങൾക്ക് കുഴപ്പമുണ്ടോ? എനിക്കും കുഴപ്പമില്ല. അപ്പോൾ ഇത് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യരുത്? പറഞ്ഞു തരുന്ന ഉസ്താദന്മാരെ ചീത്ത പറയരുത്, ഓല കുതിരാൻ പോയരുത്. വേറെ കുഴപ്പമൊന്നുമില്ല. ഇത് ആണെങ്കിൽ ആരെങ്കിലും കൊണ്ടുവന്നോട്ടെ, കുഴപ്പമൊന്നുമില്ലല്ലോ. പക്ഷേ ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. അതറിഞ്ഞപ്പോൾ ഈ പ്രശ്നം തീരുമല്ലോ. അതും നമ്മൾ
ഒക്കെ SKSSFന്റെ ഉസ്താദ്മാരോട് ചോദിച്ചു നോക്കാം. എന്തേ 1925-26 കാലഘട്ടത്തിൽ ബിദഅത്തിന്റെ വിഷബീജം വിതച്ചുകൊണ്ട് കേരളത്തിൽ വഹാബി പ്രസ്ഥാനം രംഗത്ത് വന്നപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കപ്പെട്ടത്. 1920-കളിലെ ഈ വഹാബികളെ മുജാഹിദിന്റെ ശല്യം സഹിക്കാൻ വയ്യാതായപ്പോൾ അവരെ എതിർക്കാൻ വേണ്ടിയിട്ടാണ് സമസ്ത എന്ന പ്രസ്ഥാനം തന്നെ ഉണ്ടാക്കിയത്. ആശയപരമായി നേരിടാൻ, അല്ലാതെ കത്തിയോണ്ട് കുത്തിക്കൊല്ലാനല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കണ്ടോ? അപ്പോൾ ഈ ആദർശം ആര് പറയുന്നിടത്താണ് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക. സമസ്ത ഉണ്ടാക്കിയത് ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ മുജാഹിദുമായിട്ട് പള്ളി ഉദ്ഘാടനത്തിന് അങ്ങനെയൊക്കെ പോകുമ്പോൾ അത് സമസ്തക്കെതിരാണ് എന്ന് പറയാൻ നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അതാരോടും വിരോധം ഉണ്ടായിട്ടൊന്നും അല്ല. അത്രേ ഉള്ളൂ. ഈ നമ്മുടെ രൂപീകരണത്തിൽ നിന്ന് എതിര് വരുന്ന കാര്യങ്ങളൊക്കെ, അത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിന്നിട്ട് അങ്ങോട്ട് സഹകരിച്ചാൽ തീരുന്ന പ്രശ്നം ഇതൊക്കെ ഉള്ളൂ. ചെറിയ പ്രശ്നമാണ്. അള്ളാഹു നമുക്കൊക്കെ ഖൈറിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.